രാക്ഷസേന്ദ്രനായ അഘന്റെ ഉള്ളിലകപ്പെട്ട് മരിച്ചവരെയും മരിക്കാറായവരെയും മോഹാലസ്യപ്പെട്ടവരെയും ശ്രീകൃഷ്ണൻ തന്റെ കൃപാകടാക്ഷത്തിൽ ജീവിപ്പിക്കുകയും ദുഃഖവിമുക്തരാക്കി തീർക്കുകയും ചെയ്തു. മഹാപാപിയായ അഘനാകട്ടെ ഭഗവാന്റെ ശരീരത്തോട് സംസർഗം സിദ്ധിച്ചതിനാൽ പാപമുക്തനായി തീരുകയും ചെയ്തു. അവന്റെ സർപ്പശരീരത്തിൽ നിന്ന് ഒരു തേജസ് പുറപ്പെട്ടു. ദീപം പോലെ അത് ശോഭിക്കുകയും ചെയ്തു. ആ തേജസ് ശ്രീകൃഷ്ണനിൽ തന്നെ വിലയം പ്രാപിച്ചു. മേഘങ്ങളിൽ നിന്ന് മോചനം ലഭിച്ച ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും പോലെയാണ് അഘന്റെ ജീവൻ ആ ശരീരത്തിൽ നിന്ന് ഉയർന്ന് ശോഭിച്ചത്. ആ അസുരന്റെ സായുജ്യ സൗഖ്യം ദർശിച്ച് ദേവന്മാർ ആനന്ദിച്ചു. കൽപ്പകവൃക്ഷത്തിലെ പൂങ്കുലകളിൽ നിന്ന് പൂക്കളെടുത്ത് അവർ മഴ പോലെ ചൊരിഞ്ഞു. ആ പുഷ്പങ്ങളോടിണങ്ങി കഴിഞ്ഞ ശലഭങ്ങൾ ഷഡ്ജാതി സ്വരങ്ങൾ മൂളിക്കൊണ്ട് ശ്രീകൃഷ്ണന് ചുറ്റും കൂടി. ശ്രീകൃഷ്ണനെ പൂജിച്ചുകൊണ്ട് അവ പ്രദക്ഷിണം ചെയ്തു. ദേവന്മാർ അപ്പോൾ ദുന്ദുഭി മുതലായ വാദ്യങ്ങളിൽ ഘോഷം മുഴക്കി. അവർ ഭഗവാനെ വന്ദിച്ച് കൂപ്പി സ്തുതിച്ചു. അപ്സരസുകൾ നൃത്തഭേദമേളങ്ങളാൽ ശ്രീകൃഷ്ണനെ ആനന്ദത്തോടു കൂടി സേവിച്ചു. ഗന്ധർവന്മാരും അതുപോലെ സംഗീതം കൊണ്ട് ഗോപാലവംശത്തിൽ മനുഷ്യനായി അവതരിച്ച ഭഗവാനെ സ്തുതിച്ചു. ഇതര ദേവവർഗങ്ങളും ഭഗവാനെ നേരിൽ കണ്ടു സേവിക്കുന്നതിൽ സന്തോഷം അനുഭവിച്ചു. ഭക്തിയാകുന്ന സാഗരത്തിൽ മുങ്ങിയുണർന്ന അവരെല്ലാവരും ഭക്തവത്സലനായ ഭഗവാനെ താന്താങ്ങളുടേതായ രീതിയിൽ സേവിച്ചു. ഭക്തിരസ പ്രബോധ പ്രാപ്തിയാൽ അവരെല്ലാവരും കൈകൾ കൂപ്പിക്കൊണ്ട് നിലകൊണ്ടു. വേദാന്തസാരം കലർന്ന ഗദ്യപദ്യങ്ങൾ കൊണ്ടാണ് ബ്രാഹ്മണർ ശ്രീകൃഷ്ണ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരുന്നത്. ഭക്തന്മാരേവരും ജയ 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 ശബ്ദത്താൽ ഭഗവാനെ വാഴ്ത്തി. സന്തോഷാധിക്യം മൂലം മനുഷ്യർ നിലവിളിച്ചുപോയി. ആ ശബ്ദത്തെയും അവയുടെ പ്രതിധ്വനികളെയും അതിവർത്തിച്ചുകൊണ്ട് ദേവന്മാരുടെ ദുന്ദുഭി മഹാഘോഷ ശബ്ദവും ഉയർന്നു. ആ ശബ്ദകോശങ്ങൾ സത്യലോകത്തിലെ സഭാതലത്തിൽ വേദവ്യാസം ചെയ്തുകൊണ്ടിരുന്ന ബ്രഹ്മാവും ശ്രവിച്ചു. ഭദ്രപീഠത്തിലിരുന്ന് വേദഭ്യാസം ചെയ്തുകൊണ്ടിരുന്ന ബ്രഹ്മാവ് ഉടനെ തന്നെ ശിഷ്യങ്ങളോടും വിദ്യാരൂപിണിയായ സരസ്വതിയോടും കൂടി വൃന്ദാവനത്തിലേക്ക് പുറപ്പെട്ടു. മുഖ്യവാഹനമായ രാജഹംസത്തിൽ ഇരുന്നു കൊണ്ടാണ് അവർ യാത്ര ചെയ്തത്. സത്യലോകത്തിൽ വസിക്കുന്ന ബ്രഹ്മാവ് ആ വിജയഘോഷ ശബ്ദം കേട്ടത് ഭഗവാന്റെ മായാശക്തി പ്രഭാവത്തിലാണെന്ന് ഒരു വ്യാഖ്യാനവും ഉണ്ട്. ഗോക്കളെയും ഗോപാലന്മാരെയും സംരക്ഷിക്കുന്നതിൽ ശ്രീകൃഷ്ണ ഭഗവാൻ കാണിച്ച ഔദാര്യമാണ് ഏവരെയും വിസ്മയാധീനരാക്കിയത്. ഭക്തിവത്സലനായ ഭഗവാൻ എങ്ങനെയാണ് ഭക്തന്മാരെ തുണയ്ക്കുക എന്നതിന് ഒരു ദൃഷ്ടാന്തമാണിത്. പെരുമ്പാമ്പായി വന്ന അഘൻ എന്ന രാക്ഷസൻ വധിക്കപ്പെട്ടു. ശ്രീകൃഷ്ണന്റെ സമ്പർക്കത്തോടു കൂടി മരിച്ചതിനാൽ ആ രാക്ഷസന് മുക്തി ലഭിച്ചു. ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തുകയും ചെയ്തു. മേളങ്ങളാലും ഗാനം, നൃത്തം മുതലായവയാലും അവർ ആഹ്ലാദം പ്രകടമാക്കി. അതിനിടയിൽ ബ്രഹ്മാവ് അവിടെ എത്തിച്ചേരുന്നു. അഘാസുരന്റെ നാശവും മോക്ഷപ്രാപ്തിയും ദർശിച്ച ബ്രഹ്മാവ് വിസ്മയാധീനനായി. ഭഗവത് മഹിമ അത്യാശ്ചര്യം തന്നെ എന്ന് അദ്ദേഹം അറിഞ്ഞു. അവിടെ എത്തിച്ചേർന്ന ബ്രഹ്മാവിനെ കണ്ടപ്പോൾ ദേവന്മാർ നമിച്ചു. അവർ അപ്പോഴും അവസാനിക്കാത്ത വിസ്മയത്തോടു കൂടി സംഭവം മുഴുവൻ വിസ്തരിച്ചു പറഞ്ഞു കേൾപ്പിച്ചു. അഘൻ ഭഗവത് സായുജ്യം പ്രാപിച്ച വിസ്മയം അറിഞ്ഞപ്പോൾ ബ്രഹ്മാവ് ആനന്ദത്തിലും ഭക്തിയിലും ലയിച്ച മനസ്സോടുകൂടിയാണ് മറുപടി പറയുന്നത്. ആനന്ദം ബ്രഹ്മാവിന്റെ മുഖത്ത് സ്മിതമായും ശബ്ദത്തിൽ ഗദ്ഗതമായുമാണ് പ്രകടമാകിയത്. പാപിയായ അഘന്റെ നേർക്ക് ഇത്രയേറെ കാരുണ്യം കാണിച്ചെങ്കിൽ ഭക്തന്മാരുടെ നേർക്ക് എത്രയേറെ കാരുണ്യമാണ് ഭഗവാൻ ഉണ്ടായിരിക്കുക. ഈ വിചാരമാണ് ബ്രഹ്മാവിനെ ആനന്ദിപ്പിച്ചത്. ബ്രഹ്മാവ് പറയുന്നു, ഇവിടെ കണ്ടത് എത്ര ആശ്ചര്യകരമായ കാഴ്ചയാണ്. ശ്രീകൃഷ്ണ രൂപം സ്വർണത്തിലോ രത്നത്തിലോ തടിയിലോ പ്രതിബിംബമാക്കി ആ ബിംബത്തെ മനസ്സു നിറഞ്ഞ ഭക്തിയോടുകൂടി ഏതൊരാൾ പൂജിക്കുകയോ ധ്യാനിക്കുകയോ ചെയ്യുന്നോ ആ ആൾക്ക് സംസാരത്തിലെ ക്ലേശഭൂയിഷ്ടമായ ബന്ധങ്ങളിൽ നിന്ന് മുക്തനായി ആനന്ദം അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. ശ്രീകൃഷ്ണൻ അകത്തുണ്ടായിരുന്നത് മൂലം രാക്ഷസനായ അഘന് സായുജ്യം സിദ്ധിച്ചതിൽ അത്ഭുതപ്പെടാനില്ല. ഭയം കൊണ്ടായാലും ഭഗവാനെ കുറിച്ച് എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവരിൽ പോലും ശ്രീകൃഷ്ണ ഭഗവാൻ പ്രസാദിക്കുന്നു. ഭക്തപ്രിയനായ ഭഗവാൻ അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഏത് രൂപത്തിലുള്ള ഭക്തിയും മുക്തിദായകമാണ്. നാമകീർത്തനമോ രൂപചിന്തനമോ ഏതായാലും ഭഗവാന്റെ പ്രസാദം ലഭിക്കുക തന്നെ ചെയ്യും. ബ്രഹ്മാവ് തുടരുന്നു, ഭഗവാന് ജാതി നാമാദി ക്രമഭേദങ്ങളും ഒന്നുമില്ല. പരമാത്മാവാണല്ലോ ഭഗവാൻ. ദേവന്മാരെ, നിങ്ങൾ ഒന്നറിയുക, ദേവകിയുടെ പുത്രനായിരിക്കുന്ന ഈ കൃഷ്ണൻ സാക്ഷാൽ മഹാവിഷ്ണുവാണ്.
പാപികൾ മൂലം ഭൂമി അനുഭവിക്കുന്ന ഭാരം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ ഇപ്രകാരം മായാമർത്തി ബാലഭാവം പൂണ്ട് ഗോപാല വംശത്തിൽ ജനിച്ചിരിക്കുന്നത്. ഗോപാലന്മാർ ദേവാംശ സംഭവരുമാണ്. അവരുമായി ചേർന്ന് ഭഗവാൻ അഹങ്കാരികളായ അസുരന്മാരെ ഒന്നൊന്നായി നശിപ്പിക്കുന്നതായിരിക്കും. ശ്യാമളവർണ്ണനായ ഈ കൃഷ്ണനെ നിങ്ങൾ എല്ലാവരും എപ്പോഴും സേവിക്കുക. ഭോഗങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് ശ്രീകൃഷ്ണന്റെ പാദസേവയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. മനസ്സിൽ തെല്ലും ഇളവില്ലാതെ ഈ പരമാത്മാവിനെ നിരന്തരം സേവിച്ചാലും. ഇത്രയും പറഞ്ഞതിനു ശേഷം ബ്രഹ്മാവ് സ്വന്തം മനസ്സിൽ മഹാവിഷ്ണുവിനെ ധ്യാനിച്ച് കൈകൾ കൂപ്പിക്കൊണ്ട് ദേവന്മാരോടുകൂടി അവിടെ ആകാശത്തിൽ കഴിഞ്ഞുകൂടി. ആ സന്ദർഭത്തിൽ വസുദേവാനന്ദനായ കൃഷ്ണൻ എന്തു ചെയ്തു? കൃഷ്ണൻ വീണ്ടും പഴയതുപോലെ ചങ്ങാതിമാരോട് ഒത്തുചേർന്ന് മാനസോല്ലാസദായകമായ ഓരോരോ വിനോദങ്ങളിൽ ഏർപ്പെട്ട് ശോഭിച്ചുകൊണ്ടിരുന്നു.